ഇറാനും ഇസ്രയേലും ഇപ്പോൾ ഒരു അതിശക്തമായ യുദ്ധത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം തന്റെ രാഷ്ട്രത്തിന് നൽകുന്ന നിർദ്ദേശം അവശ്യ വസ്തുക്കളുടെ ശേഖരണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം വിതരണം ചെയ്യുന്ന സംവിധാനവും എന്തെല്ലാമാണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്നാണ്. ഇത് ഒരുപക്ഷെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ തിരിച്ചടിയും ഉണ്ടാകും. സ്വാഭാവികമായും വലിയൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അതല്ല എങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള ആക്രമണത്തിന് ഇറാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് വന്ന ഒരു വീഡിയോ ആണ്, ഒരു പിക്ചറാണിത്. ഇറാന്റെ വ്യോമസേന ചൈനയിൽ നിന്നുമുള്ള J-10C യുദ്ധവിമാനങ്ങളിലുള്ള പരിശീലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച ഈ മിസൈലുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആകാശ യുദ്ധം നടത്താനാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ J-10C എന്നറിയപ്പെടുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്തിൽ മേധാവിത്വം പുലർത്താൻ സാധിക്കുമെന്ന് ഈ അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രയേൽ ഉപയോഗിക്കുന്നതെല്ലാം അമേരിക്കയുടെ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ്. എന്നാൽ അത്തരം യുദ്ധവിമാനങ്ങളെ ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് തുരത്താൻ J-10Cക്ക് സാധ്യമാണോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. എന്തായിരുന്നാലും ലോകത്ത് സമാനതകളില്ലാത്ത ഒരു വലിയ സംവിധാനം തന്നെയാണ് ചൈനയുടെ J-10C എന്നറിയാം. ഈ ഒരു യുദ്ധവിമാനം ഇറാനിന്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ ഇസ്രയേൽ ഏത് രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നത് വ്യക്തമല്ല. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അവിടെയും ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, ഇറാൻ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പവർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെ തകർക്കാൻ ഇസ്രയേൽ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ മൊസാദിന്റെ ചാരന്മാരെയാണ് ഉപയോഗപ്പെടുത്തിയത്. അതായത് ഈ സംവിധാനങ്ങളുടെ തൊട്ടടുത്ത ഭാഗത്തുള്ള മൊസാദിന്റെ ചാരന്മാർ ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, അതുപോലെ കൺട്രോൾ യൂണിറ്റുകൾ ഇതിനൊക്കെ നേരെ ആക്രമണം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ അത്തരത്തിലുള്ള ഒരു നീക്കം വരുന്നതിനെതിരെയുള്ള ശക്തമായ നീക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രത്തിനകത്തുള്ള മൊസാദിന്റെ നീൽഭരണം അവസാനിപ്പിക്കാൻ ഒരു പരിധിവരെ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ അവരെടുത്ത മറ്റൊരു മാർഗമായിരുന്നു ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർക്കുക എന്നത്. അതായത് മിസൈൽ വിക്ഷേപിക്കാൻ വേണ്ടി ലോഞ്ചറുകളിലാണ് കൊണ്ടുവരാറുള്ളത്. ആ ലോഞ്ചറുകളിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ ആക്രമിക്കുക, ലോഞ്ചർ തകർത്ത് കളയുക. കാരണം ആയിരക്കണക്കിന് മിസൈലുകൾ ഉണ്ടാകും, പക്ഷേ ലോഞ്ചറുകൾക്ക് പരിമിതിയുണ്ട്. എല്ലാ മിസൈലുകളും ഈ ലോഞ്ചറിൽ വെച്ചുകൊണ്ടാണ് അത് വിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോഞ്ചറുകൾ തകർത്തു കഴിഞ്ഞാൽ ഏകദേശം 400-500 ഒക്കെ വരുന്ന ലോഞ്ചറുകൾ ഇത് തകർത്തു കഴിഞ്ഞാൽ പിന്നെ മിസൈൽ തൊടുത്തുവിടാൻ കഴിയില്ല എന്നതാണ് ഇസ്രയേൽ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ട ഒരു വീഡിയോ ഞെട്ടിക്കുന്നതാണ്. ലോഞ്ചറുകൾക്ക് അവിടെ പ്രസക്തിയില്ല. നിരപ്പായ ഭൂമിയിൽ ഒരു അടയാളവും കാണാത്ത ഭാഗത്ത് ഭൂമിയിലെ മണ്ണ് തുളച്ചുകൊണ്ട് പുറത്തേക്ക് മിസൈൽ വരുന്നതാണ്. അതായത് ഭൂഗർഭ അറയിൽ നിന്ന് പുറത്ത് പ്രത്യക്ഷമായ രൂപത്തിൽ അതിന് ഹോളുകളൊന്നും ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം മിസൈലുകൾ പുറത്തേക്ക് വരുന്ന വീഡിയോ. യഥാർത്ഥത്തിൽ അതിന്റെ താഴ്ഭാഗത്ത് അതിനാവശ്യമായ തുരങ്കങ്ങൾ ഉണ്ടാകും. എന്നാൽ മുകൾ ഭാഗത്ത് കാണാൻ പറ്റിയ രീതിയിലുള്ള അടയാളങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോഞ്ചറുകൾ അല്ലെങ്കിൽ മിസൈൽ വിക്ഷേപിക്കുന്ന സ്ഥലങ്ങളെ ആക്രമിക്കുക എന്നതും ഇസ്രയേലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. എന്തായാലും അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണങ്ങൾക്കുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഒരു 2ാം ഘട്ട ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ലോക യുദ്ധത്തിലേക്ക് കടന്നു വരുന്നു എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ചൈനയും റഷ്യയും സംവിധാനങ്ങൾ ഒരുക്കുന്നു, മറ്റൊരു ഭാഗത്ത് അമേരിക്കയും യൂറോപ്പും അതുപോലെ തന്നെ ഇസ്രയേലും വലിയ രൂപത്തിലുള്ള യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോന്റെ ഒരു കത്ത് ചോർന്ന വിവരം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അടുത്ത വർഷത്തേക്ക് അവശ്യ വസ്തുക്കൾ ശേഖരിക്കുക മാത്രമല്ല ഹോസ്പിറ്റലുകൾ സംവിധാനിക്കുക എന്നതാണ്. ഒരു 50,000 ആളുകൾക്കെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഹോസ്പിറ്റലുകൾ സംവിധാനിക്കണം. അത്തരം ഒരു ഘട്ടം അടുത്ത വർഷമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത അറിയിച്ചുകൊണ്ടാണ് ഈ കത്ത് പുറത്തു വന്നിട്ടുള്ളത്. ഇതെല്ലാം വലിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ
വൻ ശക്തികൾ എന്നാണ് നമ്മെ സൂചിപ്പിക്കുന്നത്.